നമസ്കാരം. 43 ദിവസത്തെ മഹാകുംഭമേള പ്രയാഗ്രാജിലെ സംഗമസ്ഥാനത്ത് അവസാന സ്ഥാനത്തോടെ ഇന്ന് സമാപിക്കും. ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്ന പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ വിവിധ തുറകളിൽ നിന്നുള്ള 63.36 കോടി ആളുകൾ പുണ്യസ്നാനത്തിൽ പങ്കെടുത്തു. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ സുപ്രധാന സംഭവം പാപങ്ങൾ ശുദ്ധീകരിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുംഭമേളകളുടെ ആവൃത്തി വ്യത്യാസപ്പെടുന്നു. തരമനുസരിച്ച് ഓരോ 3, 6 അല്ലെങ്കിൽ 12 വർഷത്തിലും പരിപാടികൾ നടക്കുന്നുണ്ട്. നിലവിൽ പ്രയാഗ്രാജിൽ ആഘോഷിക്കുന്ന മഹാകുംഭമേള പ്രത്യേകിച്ചും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. 144 വർഷത്തെ ചക്രത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കുംഭമേളയുടെ ഉത്ഭവം പുരാതന ഹിന്ദു ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് ഋഗ്വേദത്തിൽ നിന്നാണ്. കുംഭം എന്ന പദം അമർത്യതയുടെ അടങ്ങിയ ഇടത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേളയിൽ ഏകദേശം 40 കോടി സന്ദർശകർ പങ്കെടുക്കുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഫെബ്രുവരി 24 ആയപ്പോഴേക്കും 63 കോടിയിലധികം പേർ പങ്കെടുക്കുമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ സ്ഥിരീകരിച്ചതോടെ ഈ കണക്ക് വളരെയധികം മറികടന്നു. ഉത്സവത്തിന്റെ പര്യവസാനമായ അമൃത് സ്നാൻ എന്ന അന്തിമ ആഘോഷത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. പൊതുജന സുരക്ഷയും അധികാരികൾ സമഗ്രമായ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ജനക്കൂട്ട നിയന്ത്രണം, ശുചിത്വം, മെഡിക്കൽ സേവനങ്ങൾ, സുരക്ഷ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ജനുവരി 26 മൗനി അമാസിയിൽ തിക്കിലും തിരക്കിലും 30-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ദാരുണമായ സംഭവത്തെ തുടർന്ന് ഈ നടപടികൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 26 നടക്കുന്ന അന്തിമ തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്നതിനായി പ്രയാഗ്രാജിൽ നിന്ന് 350-ലധികം അധിക ട്രെയിൻ സർവീസുകൾ ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചു. സമാപന ശിവാലയങ്ങളിലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വൻതോതിൽ പോലീസിനെ വിന്യസിച്ചതായി മഹാകുംഭ് DIG വൈഭവ് കൃഷ്ണ എടുത്തു പറഞ്ഞു. മുഴുവൻ പ്രദേശവും വാഹന നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചു. സഞ്ചാരം സുഗമമാക്കുന്നതിനും പങ്കെടുക്കുന്ന എല്ലാവരുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി ഒരു സോണൽ സംവിധാനത്തിലൂടെ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. തടസ്സരഹിതമായ അനുഭവത്തിനായി പോലീസ് നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം കൃഷ്ണ ഊന്നി പറഞ്ഞിട്ടുണ്ട്. 2025 മഹാകുംഭമേളയിലെ ശ്രദ്ധേയമായ സന്ദർശകരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖരും കത്രീന കൈഫ്, അക്ഷയ് കുമാർ തുടങ്ങിയ സെലിബ്രിറ്റികളും നിരവധി രാഷ്ട്രീയക്കാർ, നടന്മാർ, വ്യവസായ പ്രമുഖർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. പരിപാടിയുടെ വ്യാപകമായ ആകർഷകതയെ പ്രകടമാക്കുന്നുണ്ട്.